ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇന്നും നമ്മുടെ കാർഷിക മേഖല. നമ്മുടെ രാജ്യത്തെ 145ഓളം കോടി ജനസംഖ്യയുടെ 60 കോടി ജനങ്ങളുടെയും ഒരു മുഖ്യ ഉപജീവന മാർഗം ഇന്നും കൃഷി ആണ്. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനമായ ഏകദേശം 300-ലധികം ലക്ഷം കോടി രൂപയിൽ ഒരു 42% എന്ന് പറഞ്ഞാൽ 60 ലക്ഷം കോടി രൂപയുടെ സ്രോതസ്സും കാർഷിക മേഖലയാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ കാർഷിക മേഖല വളരെ നേട്ടങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നേടുകയുണ്ടായി. നമ്മളുടെ ഭക്ഷ്യോൽപാദനം 1951 വെറും 5 കോടി ടൺ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആയിരുന്നത് ഒരു 7 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് 33-34 കോടി ടണ്ണിലേക്ക് നമ്മൾ ഈ വർഷം എത്തി എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം നമ്മളുടെ കൃഷി ഭൂമിയുടെ വിസ്തൃതി 1.2 അല്ലെങ്കിൽ 1.3 ടൈംസ് മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. നമുക്കതിന് സാധ്യതയില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട തീർച്ചയായും നമ്മുടെ ഉൽപ്പാദനക്ഷമത 7 ഇരട്ടി മുതൽ ഈവൻ പാല്, മുട്ട തുടങ്ങിയ വിഭവങ്ങളിലൊക്കെ 60-70 ഇരട്ടി വരെ നമുക്ക് മൊത്തം ഉൽപ്പാദനം ഈ കഴിഞ്ഞ 70 വർഷത്തിലധികമായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ സംഭാവന ഏറ്റവും മുഖ്യമാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാൻ സാധിക്കും. ഇത്തരം കാർഷിക അഗ്രികൾച്ചറൽ ടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. ന്യൂട്രിയൻറ്റ് മാനേജ്മെൻറ്റ്. ഏതൊരു ചെടിയും ശരിയായ രീതിയിൽ വളർച്ച പൂർത്തിയാക്കി വിളവ് ആരോഗ്യമുള്ള ഹെൽത്തി വിളവ് നൽകണമെങ്കിൽ അതിന് 18 അവശ്യ മൂലകങ്ങൾ നമ്മൾ ആവശ്യമായ തോതിൽ ആവശ്യമായ സമയത്ത് നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ 18 അവശ്യ മൂലകങ്ങളോടൊപ്പം 5-6 ബെനിഫിഷ്യൽ എലമെൻസും ചില സസ്യചെടികൾക്കും അവയുടെ വളർച്ചയ്ക്കും പൂർണ്ണ വളർച്ചയ്ക്ക് എത്തുന്നതിനുമൊക്കെ ആവശ്യമാണെന്നും പഠനം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എത്ര ഓരോ നെല്ലിന് കൊടുക്കേണ്ട വളത്തിൻ്റെ തോത് അല്ല നമ്മൾ മരച്ചീനിക്ക് കൊടുക്കേണ്ടത്, മരച്ചീനിക്ക് കൊടുക്കേണ്ട വളത്തിൻ്റെ തോത് അല്ല തെങ്ങിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വാഴയ്ക്ക് കൊടുക്കേണ്ടത്. ഓരോ വിളയ്ക്കും കൃത്യമായി എത്ര വിളവ് ലഭിക്കുന്നതിന് എത്രമാത്രം വിവിധ പോഷക മൂലകങ്ങൾ നൽകണം എന്നതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ലോകത്താകമാനവും നമ്മുടെ രാജ്യത്തെ എല്ലാ വിളകൾക്കും, എല്ലാ പ്രദേശത്തേക്കും, എല്ലാ മണ്ണിലേക്കും, എല്ലാ കാർഷിക കാലാവസ്ഥാ മേഖലകളിലേക്കുമൊക്കെ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളപ്രയോഗം, സന്തുലിത വളപ്രയോഗം നടത്തുന്ന ഒരു രീതി കർഷകരിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് 2-3 ദിവസമായി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് ചില ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളത് തുടങ്ങിയിരിക്കുന്നത്. സന്തുലിത വളപ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു ചെടിക്ക് ആവശ്യമായ മൊത്തം പോഷക മൂലകങ്ങൾ നമുക്ക് വിവിധ സ്രോതസ്സുകളിലൂടെ ആ ചെടിക്ക് നൽകുക എന്നതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു കർഷകൻ്റെ വീട്ടിൽ ഒരു ആനിമൽസ് കാണും, പശു കാണും, വിവിധ വിളകൾ കാണും, ആ വിവിധ വിളകളുടെ അവശിഷ്ടങ്ങൾ കാണും. ഇവയെല്ലാം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും മനോഹരമായി നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുകയും വിളവ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബാലൻസ്ഡ് ഫെർട്ടിലൈസർ സന്തുലിത വളപ്രയോഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സന്തുലിത വളപ്രയോഗത്തിന് പ്രധാനമായിട്ട് മുഖ്യ ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി വിശദമായ ക്ലാസ്സുകൾ ശാസ്ത്രജ്ഞന്മാർ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും ഞാൻ എൻ്റെ ഒരു വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ മുഖ്യ ഘടകങ്ങളിൽ ഏറ്റവും മുഖ്യമെന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ, ജൈവാംശം മണ്ണിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾക്കൊക്കെ അറിയാം, അതെല്ലാം വെറും സാധാരണ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കമ്പോസ്റ്റ്, ഫാം യാർഡ് മെനുവർ, ചാണകം, പച്ചിലവളങ്ങൾ, വിവിധ തരം പച്ചിലവളങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യമായ തോതിൽ, പിന്നെ ജൈവവളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ധാരാളം നമുക്കറിയാം. അതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ലെഗ്യൂമിനസ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികളൊക്കെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അത് ഫിക്സ് ചെയ്ത് ചെടികൾ മണ്ണിലേക്ക് നൽകുന്നുണ്ട്. ഇവയുടെ എല്ലാം ഉപയോഗം ശാസ്ത്രീയമായ രീതിയിൽ ഓരോ വിളയ്ക്കും എങ്ങനെയാണ് എത്ര ആണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്.
അതേപോലെ ക്രോപ്പ് റൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിള പരിക്രമണം, നമ്മുടെ സംസ്ഥാനത്ത് വിള പരിക്രമണത്തിന് വളരെ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചൊരു ട്രീ പ്ലാന്റേഷൻ ബേസ്ഡ് സിസ്റ്റമാണ് ഇവിടെ കൂടുതലും ഉള്ളത് കൊണ്ട് അതിനിടയ്ക്ക് ധാരാളം വിളകൾ നടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വിള പരിക്രമണം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏതൊക്കെ വിള ഏതുമായിട്ടൊക്കെ യോജിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അതിൻ്റെ വേരുകൾ തമ്മിൽ മത്സരമുണ്ടോ, അതിൻ്റെ ചെടികൾ തമ്മിൽ ന്യൂട്രിയൻസിന് മത്സരമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻസ് ഒക്കെ ശാസ്ത്രീയമായി വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് ക്രോപ്പ് റെസിഡ്യൂസ്. ധാരാളമാണ് നമ്മുടെ രാജ്യത്ത് വിളകളിൽ നിന്നുള്ള ക്രോപ്പ് റെസിഡ്യൂസ്, വിള അവശിഷ്ടങ്ങൾ. പലതും നമ്മൾ കത്തിച്ച് കളയുന്നതായിട്ട് വരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സങ്കടകരമായ അവസ്ഥ. ഈ വിള അവശിഷ്ടങ്ങളെല്ലാം ചെടികൾക്ക് വേണ്ട പോഷകങ്ങളുടെ കലവറയാണ്. അത് വീണ്ടും നമുക്ക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. അതേപോലെ പിന്നെയാണ് ഫാമിംഗ് സിസ്റ്റംസ്, കൃഷി സമ്പ്രദായങ്ങൾ. ഓരോ കാർഷിക കാലാവസ്ഥാ മേഖലയ്ക്കും ഓരോ പ്രദേശത്തിനും മണ്ണിനും എല്ലാം അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം ശരിയായ അറിവ് കർഷകർക്ക് ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ഓരോന്നിനും യോജിച്ചതെന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റൊരു ഘടകമാണ് പുനരുജ്ജീവന കൃഷി, റീജനറേറ്റീവ് ഫാമിംഗ്. ഇന്ന് ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന 1, 2, 3, 4 വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കറിയാം ഓർഗാനിക് ഫാമിംഗ്, നാച്ചുറൽ ഫാമിംഗ്, കൺസർവേഷൻ അഗ്രികൾച്ചർ തുടങ്ങിയ പലതരം കാർഷിക കൃഷി രീതികൾ നമ്മൾ അവലംബിക്കുക, അതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെയെല്ലാം എന്താണ് നമ്മൾ ഈ ഒരു ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ്, സന്തുലിത വളപ്രയോഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചെടിക്ക് വേണ്ട 100 കിലോ വേണമെങ്കിൽ 100 കിലോ നൈട്രജൻ ചെടിക്ക് കിട്ടണം. പക്ഷേ അതിൽ നമുക്ക് സാധിക്കുന്നത് അത്രയും നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ, നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആനിമൽസിൽ നിന്ന് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യുകയും ബാക്കി വരുന്ന ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് മാത്രം നമ്മൾ രാസവളങ്ങളിലൂടെ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സന്തുലിത വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം റിക്വയർമെൻറ്റ് നമുക്ക് രാസവളങ്ങളിലൂടെ നൽകാം, പക്ഷേ അതിൻ്റേതായ മറ്റ് പല ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഒരു സംയോജിത രീതിയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഇവിടെ മുഖ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. രാസവളങ്ങൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ യൂസ് എഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ 1 കിലോ മണ്ണിൽ കൊടുത്താൽ അത് ചെടിക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൽ പകുതി പോലും ഒരു 30% പോലും പല ന്യൂട്രിയൻസും ചിലപ്പോൾ ചെടികൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ബാലൻസ്ഡ്, സന്തുലിത, വിവിധ സ്രോതസ്സിലൂടെയുള്ള ഒരു വളപ്രയോഗ രീതി അവലംബിച്ചാൽ അതിൻ്റെ ന്യൂട്രിയൻറ്റിൻ്റെ യൂസ് എഫിഷ്യൻസി വളരെ വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു. രണ്ടാമതായിട്ട് മണ്ണിൻ്റെ ആരോഗ്യം, നമ്മളുടെ ആരോഗ്യം മാത്രമല്ല മണ്ണിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോയിൽ ഹെൽത്ത്, എങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ആരോഗ്യകരമായി ജീവിക്കുവാനും അവർക്ക് സുരക്ഷിത ഭക്ഷണം ലഭിക്കാനും ഒരു സാധ്യതയുണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈൽഡ് ഗ്യാപ്പ് എന്ന് പറയും, വിടവ്. ഒരു ചെടിക്ക് സാധ്യമായ വിളവും നമുക്കിന്ന് ലഭിക്കുന്ന വിളവും തമ്മിൽ ഒരു നല്ലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കുറച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു കാർഷിക ഗവേഷണത്തിൻ്റെയും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യമിടുന്ന 2047 നമ്മളൊരു വികസിത രാജ്യമാകുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്ന ഭക്ഷ്യോൽപാദനത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ വിടവ് കുറയ്ക്കണം. സോ ഇത്തരം ഇൻ്റഗ്രേറ്റഡ് ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ് വിടവ് കുറയ്ക്കുന്നതിന് സാധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു. അതിലും ഉപരിയായിട്ട് നമ്മളുടെ പരിസ്ഥിതി ആഘാതം, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം, നമ്മൾ അതിൻ്റെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 കിലോ യൂറിയ എങ്കിലും നമുക്ക് മണ്ണിലിടുന്നത് കുറയ്ക്കാൻ സാധിച്ചാൽ, യൂറിയ ഉൽപ്പാദനത്തിലൂടെയൊക്കെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വിടുകയും താപനില ഉയരുന്നതിനുമൊക്കെ, അത് മറ്റൊരു വിഷയമാണ്, ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇത് എക്സ്റ്റേണൽ ഇൻപുട്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ബഹുമുഖമാണ്, ധാരാളമാണ് ഫലങ്ങൾ. ഇതെല്ലാം നമുക്ക് നേടുകയും ഇന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യമിടുന്ന ഭാവി ഭക്ഷ്യോൽപാദനം നേടാനും സാധിക്കും. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, നാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാം. അതിനെ ഒന്ന് ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു സാധ്യമായ കാര്യമല്ല. സോ ഇതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യോൽപാദനം നേടണമെങ്കിൽ സന്തുലിത വളപ്രയോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്.
നമ്മുടെ ഏറ്റവും അടുത്ത കാലത്തെ കണക്ക് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് കഴിഞ്ഞ വർഷം 23-24 ഉപയോഗിച്ച രാസവളങ്ങളുടെ മൊത്തം ഉപയോഗം എന്ന് പറയുന്നത് 6 കോടി ടണ്ണാണ്. 6 കോടി ടണ്ണാണ് നമ്മൾ ഒരു വർഷം ഉപയോഗിക്കുന്ന രാസവളം. NPK അല്ല, രാസവളമായിട്ടുള്ള ആ ഒരു പ്രോഡക്ട്സിൻ്റെ മൊത്തം കൺസംഷൻ 6 കോടി ടണ്ണാണ്. 6 കോടി ടൺ അല്ലെങ്കിൽ 60 മില്യൺ ടൺ. ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ്, ഞാൻ മുകളിൽ പറഞ്ഞ വിവിധ ഘടകങ്ങൾ സംയോജിപ്പിച്ച് പ്രയോഗിക്കുന്നതിലൂടെ വിവിധ പഠനങ്ങൾ ഒരു പല ഫലങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു ശരാശരിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 25% നമ്മൾ വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2030 കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 25% ഈ എക്സ്റ്റേണൽ കെമിക്കൽ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കുറയ്ക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഉപയോഗിക്കുന്ന എത്രയാണ് ഞാൻ പറയുകയുണ്ടായി? 6 കോടി ടൺ. 6 കോടി ടണ്ണിൻ്റെ 1/4 നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ 1.5 കോടി ടൺ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏകദേശം 14 കോടി കർഷകരുണ്ട്. ഈ കർഷകർ കടയിൽ പോയി വളങ്ങൾ വാങ്ങിക്കുന്നതിന് അവർ ലാഭിക്കുന്നത് ഒരു വർഷം 25,000 കോടി രൂപയായിരിക്കും. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസിലൂടെ നമുക്ക് 25% നമുക്കൊരു 4-5 വർഷം കൊണ്ട് ലക്ഷ്യമിട്ട് രാസവള ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചാൽ കർഷകർക്കുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് രാജ്യത്ത് മൊത്തമായി എടുത്താൽ 25,000 കോടി രൂപയായിരിക്കും. അതുകൂടാതെ നമുക്കറിയാം സർക്കാർ ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഏകദേശം 2 ലക്ഷം കോടി രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4/1 നമ്മൾ കണക്കാക്കിയാലും ഒരു 45,000-50,000 കോടി രൂപ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതും എത്രയോ നമുക്കുള്ള സാങ്കേതിക വിദ്യ നമ്മൾ 100% പ്രായോഗികമാക്കിയാൽ നമുക്ക് മറ്റ് യാതൊരു ചിലവുമില്ലാതെ നേടാൻ പറ്റുന്ന ലാഭമാണിത്. എന്തൊരു വലിയൊരു കണക്കാണിതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 1-2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന വളം യൂറിയയാണ്. നമ്മൾ കഴിഞ്ഞ 23-24 നമ്മൾ ഏകദേശം 3.6 കോടി ടൺ യൂറിയ നമ്മൾ ഉപയോഗിച്ചു. 3.6 കോടി ടൺ. 6 കോടി ടൺ മൊത്തം രാസവളം ഉപയോഗിക്കുന്നു. അതിൽ 3.6 കോടി ടണ്ണും യൂറിയയാണ്. ഈ 3.6 കോടി ടണ്ണിൽ 3.2 ഏകദേശം 85-90% നമ്മളുടെ രാജ്യത്തിനകത്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ സ്വയം പര്യാപ്തമാണെന്ന് നമ്മൾ കരുതിക്കൂടാ. യൂറിയ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ ഏറ്റവും മുഖ്യമായ ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് LNG ആണ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. മിക്കവാറും നമ്മുടെ ആവശ്യത്തിൻ്റെ ഏറിയ പങ്കും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിലേറിയ പങ്കും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ്. നമ്മൾ സാധാരണ പറയുന്ന ഗൾഫ് കൺട്രീസിൽ നിന്നാണ്. നമ്മൾ മൊത്തം നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഏകദേശം 2.6 കോടി ടണ്ണാണ്. 2.6 കോടി ടൺ. ഇതിൻ്റെ 60% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ, UAE, ഒമാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നാണ്. ഇനി ഒരു കാര്യം കൂടെ, ഈ ഇറക്കുമതി എന്തിന് ചെയ്യുന്നു? ഞാൻ അതിൻ്റെ മറ്റാവശ്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം കുക്കിംഗ് പല ഗ്യാസും പല ഉപയോഗങ്ങളുണ്ട്. പക്ഷേ 3/1 30% ഉപയോഗിക്കുന്നത് യൂറിയയുടെ ഉൽപ്പാദനത്തിനാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ ചെറിയൊരു കെമിസ്ട്രി പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ യൂറിയ എന്ന് പറയുന്നത് നമ്മൾ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ സംയോജിപ്പിച്ചാണ് യൂറിയ ഉണ്ടാക്കുന്നത്. CONH2 അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും. അമോണിയ എന്ന് പറയുന്നത് NH3 ആണ്. അമോണിയ ഉൽപ്പാദനം നമുക്കറിയാം. നമ്മളൊക്കെ പ്രീഡിഗ്രിക്കൊക്കെ മിക്കവാറും എല്ലാവരും പഠിച്ചിട്ടുള്ള ഹേബർ ബോഷ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ നോബൽ പ്രൈസൊക്കെ കിട്ടിയ ഒരു കണ്ടുപിടുത്തമാണ് നൈട്രജനും ഹൈഡ്രജനും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അമോണിയ ഉണ്ടാക്കണം. അമോണിയയിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ നൈട്രജൻ നമുക്ക് അതിൻ്റെ സോഴ്സ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള സ്രോതസ്സാണ്. പക്ഷേ ഹൈഡ്രജൻ്റെ സ്രോതസ്സായിട്ടാണ് നമ്മൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജന് വേണ്ടിയാണ് നമ്മൾ LNGയിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് ആ ഹൈഡ്രജനും നൈട്രജനുമായിട്ട് സംയോജിപ്പിച്ചാണ് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച്
യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ അമോണിയ എന്നാണ് അതിന് പറയപ്പെടുന്നത്. അതൊക്കെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിപ്പെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂവൽ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സന്തുലിത വളപ്രയോഗത്തിലൂടെ രാസവള ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനുള്ള ശാസ്ത്രീയ അറിവ് കർഷകരിലെത്തിക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയൊരു ആവശ്യമായി മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിനുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. CTCRIയിലെ എല്ലാ ശാസ്ത്രജ്ഞരും കഴിഞ്ഞ 3 ദിവസമായി അടുത്ത 1-2 മാസം കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ആവേശത്തോടെ അവരെ അറിയിക്കാൻ ഉള്ള ഒരു തീരുമാനമെടുക്കുകയും ഞങ്ങളതിൻ്റെ വിവിധ വില്ലേജുകളിൽ പോയി കർഷകരുമായി സംവദിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു നോബിൾ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന CTCRI ശാസ്ത്രജ്ഞർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് ലഭ്യമായ എല്ലാ ഞാൻ മുകളിൽ പറഞ്ഞ വിവിധ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസിൻ്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി ഉപയോഗിച്ച് നമ്മളുടെ ഭക്ഷ്യോൽപാദനത്തിൽ യാതൊരു കുറവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നമ്മൾ ലക്ഷ്യമിടുന്ന ഭാവി ഭക്ഷ്യോൽപാദനം നേടുകയും അതോടൊപ്പം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുകയും അതോടൊപ്പം നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ഏറ്റവും ഉപരിയായി നമ്മളുടെ മനോഹരമായ ഭൂമിയെ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളുടെ കയ്യിൽ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമാക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസിനെ പറ്റിയുള്ള നിങ്ങളോട് പങ്കിട്ട അറിവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.